മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യജുർവേദത്തിൻ്റെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തില് സമുജ്വലമായ 2 മന്ത്രങ്ങളുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് വേദത്തിൻ്റെ അകത്തുള്ള ഉപനിഷത്താണ്. മറ്റുപനിഷത്തുകൾ വേദം കഴിഞ്ഞ് വരുന്ന ബ്രാഹ്മണങ്ങളിലോ അത് കഴിഞ്ഞ് വരുന്ന ആരണ്യകങ്ങളിലോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ വരുന്ന ഉപനിഷത്തുക്കളാണ്. വേദാന്തർഗതങ്ങളായ ഉപനിഷത്തുക്കളായതുകൊണ്ടാണ് ഈ 18 മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 18 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാലും മതി. ഈ 18 മന്ത്രങ്ങൾ 18 വിഷയമാണ് ഈശാവാസ്യോപനിഷത്തിൽ വിവരിക്കുന്നത്. അതില് ഒരു ഉജ്ജ്വലമായിട്ടുള്ള ശ്ലോകം ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് ഒരൊറ്റ മന്ത്രത്തിൽ വിവരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മന്ത്രം പഠിച്ചാൽ മതി. അതിന് സപ്ലിമെന്റ് ആയിട്ട് അടുത്ത മന്ത്രവുമുണ്ട്. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്താ വിദ്യയാ മൃതമശ്നുതേ. വളരെ വ്യക്തമായ ഭാഷയിൽ പറയുന്ന 2 തരത്തിലുള്ള അറിവുകളുണ്ട്. നോളജ് 2 തരത്തിലുണ്ട്. ഒന്ന് വിദ്യ, എക്സ്പീരിയൻഷ്യൽ അറിവ്, ആത്മീയമായിട്ടുള്ള ജ്ഞാനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. 2 അവിദ്യ, എക്സ്പെരിമെന്റബിൾ നോളജ്. എക്സ്പീരിയൻഷ്യൽ നോളജ് വിദ്യ, എക്സ്പെരിമെന്റബിൾ നോളജ് അവിദ്യ. ഇതില് വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ 2 തരത്തിലുള്ള അറിവുള്ളതിലെ അവിദ്യയാ മൃത്യും തീർത്ത എക്സ്പെരിമെന്റബിൾ നോളജ് കൊണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് വിദ്യയാ അമൃതമശ്നുതി, ആത്മീയമായ വിദ്യ കൊണ്ട്, എക്സ്പീരിയൻഷ്യൽ നോളജ് കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം. ഇതില് ശരിക്കു പറഞ്ഞാൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നോളജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിനെ അളക്കാൻ പറ്റാത്തതാണ്, മെഷർമെന്റ് പറ്റാത്തതാണ്. സന്തോഷം, സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ഇങ്ങനെയുള്ള പോസിറ്റീവ് വികാരങ്ങൾ എല്ലാത്തിനുമുള്ളത് അളക്കാൻ പറ്റില്ല. മെഷർമെന്റ് ഇമ്പോസിബിളാണ്. വാശി, പക, വിദ്വേഷം, ദേഷ്യം, അഹങ്കാരം, ഭയം, ഇതും അളക്കാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ജീവിതത്തിലുണ്ട്. ഇത് നമ്മളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിദ്യ എന്ന് പറയുന്നത് കൂടുതലും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സ്പെരിമെന്റബിൾ നോളജ്, നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ്, നമ്മുടെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റ്, ഹീമോഗ്ലോബിൻ കണ്ടന്റ്, ഇങ്ങനെയുള്ള ശരീരവുമായിട്ടുള്ള എക്സാമ്പിളിലാണ് ഞാൻ ഇത് 2 പറയുന്നത്. എക്സ്പെരിമെന്റബിൾ നോളജ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇതെല്ലാം ടൂൾ ഉപയോഗിച്ച്, ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കും. ന്യൂമറിക്കൽ വാല്യൂവിൽ അത് പറയാനും സാധിക്കും. മറ്റേത് ന്യൂമറിക്കൽ വാല്യൂവിൽ പറയാൻ സാധിക്കില്ല. വിദ്യ എന്ന് പറയുന്ന നോളജ്, അവിദ്യ എന്ന് പറയുന്ന നോളജ് എക്സ്പെരിമെന്റബിൾ ആണ്, അങ്ങനെ പറയാൻ സാധിക്കും. ഇനി ഇതിനെ തന്നെ വേറൊരു രീതിയിൽ പറയാം. വിദ്യ സ്പിരിച്വൽ നോളജ്, അവിദ്യ സയന്റിഫിക് നോളജ്, അതായത് സയൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കുന്ന നോളജ്. അവിദ്യയാ മൃത്യും തീർത്ത, സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് വിദ്യയാ മൃതമശ്നുതേ, വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം. വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം, ഇമ്മോർട്ടൽ ആവുക. ഇതിനോട് ചേർന്ന് പറയുന്ന മറ്റൊരു മന്ത്രവും കൂടിയുണ്ട്. അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാം രതാഃ.
സയൻസ് കൊണ്ട്, എക്സ്പെരിമെന്റബിൾ നോളജ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത് അവര്, അതായത് അവിദ്യയെ ഉപാസിച്ച് അതാണ് ജീവിത സത്യം മാത്രമെന്ന് ധരിച്ച് ജീവിക്കുന്നവര് അന്ധം തമഹ പ്രവിശന്തി, കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് അവർ പോകുന്നു. അവർ അന്ധമായിട്ട് ജീവിക്കുന്നു. തതോഭൂയ ഇവ തേ തമോ യവ വിദ്യായാം രതാഹ, ആത്മീയത മാത്രമാണ് ജീവിതത്തിൽ എല്ലാം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ, ആത്മീയത കൊണ്ടെല്ലാം നേടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവര്. ചില സ്വാമിമാര് പറയുന്ന കേട്ടിട്ടില്ലേ, ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ, നാമം ജപിച്ചോളൂ, ഗുരുവായൂരപ്പനെ ആശ്രയിച്ചോളൂ എന്ന്. അത് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് ധരിച്ചും ധരിപ്പിച്ചും നടക്കുന്നവർക്ക് അവരും തതോഭൂയ, അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പ്രയാണം ചെയ്യുന്നത്, മറ്റുള്ളവരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഈശാവാസ്യോപനിഷത്ത് ഉള്ള യജുർവേദം എഴുതിയ യജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നു, വിദ്യാം ച അവിദ്യാം ച യസ്തദ്വേദ ഉഭയം സഹ. എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള നോളജ്, എക്സ്പെരിമെന്റബിൾ ആയിട്ടുള്ള നോളജ് രണ്ട് തരത്തിലുണ്ട്. രണ്ടും മനുഷ്യന്റെ അവസാനത്തെ വാക്കല്ല, രണ്ടും കൂടി ചേർത്ത് വേണം, കോംപ്ലിമെന്ററി ആയിട്ട് വേണം ജീവിക്കാൻ. എക്സ്പെരിമെന്റബിൾ ആയിട്ടുള്ള സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ നോളജ് കൊണ്ട് അമരത്വത്തെ, ശാശ്വത സമാധാനത്തെ പ്രാപിക്കുക എന്നാണ് ഈ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന സത്യം. ഇത് മറ്റ് ലോകത്തിലെ ഒരു മതത്തിലും ഇല്ലെന്ന് ഹിന്ദുക്കളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ ഹിന്ദു ധർമ്മത്തെ എതിർക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്തവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ എന്താ ഗുണം എന്നറിയാമോ? വാദിക്കാനും ജയിക്കാനും ഒന്നും നിൽക്കണ്ട, അറിയാനും അറിയിക്കാനും നിന്നാൽ മതി. പ്രണാമം, നമസ്കാരം.